എന്റെ മോള് ടെൻഷൻ ആവണ്ട. അമ്മയ്ക്കെല്ലാം മാറി. ആ ദേ കുഞ്ഞുറങ്ങി. ചെല്ല്, കൊണ്ടുപോയി തൊട്ടില് കിടത്ത്. പോ, ചെല്ല്. വാ മോളെ. നന്ദിനിക്കുള്ള മരുന്നുകളാ. ഒറ്റപ്പെടലിൻ്റെ വേദന ഒറ്റപ്പെടുന്നവന് മാത്രമേ മനസ്സിലാകൂ. എങ്കിലും നിന്റെ അച്ഛനല്ലേടാ ഞാൻ. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് എന്താച്ചാ? ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് മോനെ. താളുകൾ എത്ര മറിച്ചാലും പലതും പെട്ടെന്ന് മനസ്സിലാവില്ല. മോശമായ വഴികളിലൊന്നും കാലിടറാതെ വളർന്നു വന്ന നിന്റെ ജീവിതം എത്ര പെട്ടെന്നാ തകിടം മറിഞ്ഞത്. ദേവി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അച്ഛ. അത് അവളുടെ കുഴപ്പമല്ലെന്ന് അറിഞ്ഞൂടെ മോനെ. അമ്മയാണ് അവളുടെ ലോകം. അമ്മയുടെ തണൽ പറ്റി നിൽക്കാനേ അവൾക്ക് പറ്റൂ. എന്നാലും അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. പിരിമുറുക്കമാ അവളുടെ മനസ്സിന്. ഒരു വശത്ത് വാത്സല്യവും സ്നേഹവും കൊടുക്കുന്ന അമ്മ, മറുവശത്ത് തന്നോട് തെറ്റ് ചെയ്തവനാണെങ്കിലും മനസ്സിൽ നിന്നും തീർത്തും എടുത്തുകളയാൻ പറ്റാത്ത നീ. ഇതിനിടയ്ക്ക് ആ ഗിരിയും നന്ദിനിയും തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെയാണെന്ന എൻ്റെ ഉറച്ച വിശ്വാസം. ആരും വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവളാ നന്ദിനി. അതിൻ്റെ ധർമ്മസങ്കടം അവൾക്കുണ്ട്. പിരിമുറുക്കം. ഡോക്ടർ പറഞ്ഞത് നന്ദിനിക്ക് മെന്റൽ സ്ട്രെസ്സാണെന്നാ. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാ. പരിഹരിക്കപ്പെടണം. എല്ലാം പരിഹരിക്കപ്പെട്ടേ പറ്റൂ. ഇനി കൈകെട്ടി നിന്നിട്ട് കാര്യമില്ല. രാജലക്ഷ്മി, അവൾക്ക് എന്താ കൈമളേട്ടാ ഇത്ര ടെൻഷൻ? അതിപ്പോ ഡോക്ടറെ കാണിച്ചല്ലോ, മെഡിസിനും കൊടുത്തു. അതങ്ങ് മാറിക്കൊള്ളും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം. ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താ കൈമളേട്ടാ? ആവർത്തന വിരസമായ സബ്ജക്റ്റ് തന്നെയാ പറയാൻ പോകുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ കാര്യം പറയുമ്പോൾ നിനക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. പറയാൻ തുടങ്ങുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായി. എന്റെ മകനായിരുന്നവന്റെ കാര്യമല്ലേ, എനിക്കത് കേൾക്കണമെന്നില്ല. എന്താ രാജലക്ഷ്മി അവന്റെ കാര്യത്തിൽ മാത്രം ഇത്രയും ക്രൂരമായ ഒരു പിടിവാശി? വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് അത് എന്തിനാ കൈമളേട്ട പറയിപ്പിക്കുന്നേ? മകനെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു അമ്മയല്ലേ ഞാൻ. ഒന്ന് ക്ഷമിച്ചുകൂടെ നിനക്ക്? അവൻ ചെയ്ത തെറ്റെത്ര വലുതാണെങ്കിലും അവനത് തിരുത്താൻ തയ്യാറായില്ലേ വന്നിരിക്കുന്നത്? ബൈബിളിലെ മുടിയനായ പുത്രന്റെ കഥ നിനക്കും അറിവുള്ളതല്ലേ? തെറ്റ് തിരുത്താൻ തയ്യാറായി വന്ന മകനെ സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇവൻ തെറ്റ് തിരുത്തി വന്നതൊന്നുമല്ല, ഗത്യന്തരമില്ലാതെ വന്നു പോയതാ. 1-2 കൊല്ലമല്ല, 18 കൊല്ലം. 18 കൊല്ലമാ അവൻ നമ്മളിൽ നിന്ന് മാറി നിന്നത്. നമ്മളെ വിട്ടേക്ക്. ആ നന്ദിനിയെ ഉപേക്ഷിച്ച് മാറി നടന്നത്. അവളൊരു അനാഥയാണെന്ന് ഇവൻ അറിയാമായിരുന്നു. നമ്മൾ കൈവിട്ടാൽ ഒരിടത്തേക്കും പോകാൻ അവക്ക് വഴിയില്ലായിരുന്നു. എന്തായാലും അവൻ തിരികെ വന്നില്ലേ? എപ്പോഴാ കൈമളേട്ട തിരികെ വന്നത്?
മാധുരിയെ മരിച്ച് ജയിലിലായി മറ്റാരും ഇല്ലാതെ വന്നപ്പോ അല്ലേ? ഇനി അവനെ ആരും അടുപ്പിക്കില്ല. എന്നാ പിന്നെ ഇങ്ങോട്ട് അടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആ പാവം പെണ്ണിനെ ഒരിക്കൽ കൂടി അങ്ങ് ചതിച്ചേക്കാമെന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു. എന്താ, അനാഥയായ ഒരു പെണ്ണായി ജനിച്ചു പോയതിന്റെ പേരിൽ നന്ദിനി അങ്ങ് സഹിക്കുമെന്ന് കരുതിയോ? ഈ പെണ്ണെന്ന് പറയുന്നത് ഒരു പ്രത്യേക ജീവിയാണോ? അവളുടെ മനസ്സെന്താ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണോ? ആണോ? ആണുങ്ങൾക്ക് എന്തു ആവാം. ഒന്നിലധികം സ്ത്രീകളെ കൂടെ കൂട്ടി താമസിപ്പിച്ചാൽ അത് ആണത്വം, അതിന് അംഗീകാരം. ഭാര്യയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അത് അവിഹിതം. അതിനൊക്കെ കുറെ സദാചാര പോലീസും. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനാ ഞാൻ എന്റെ മകളായി നന്ദിനിയെ അംഗീകരിച്ചത്. ജയരാമന്റെ ചതിയിൽ ചെന്ന് ചാടാൻ ഇനി എന്റെ മകൾ തയ്യാറല്ല. രാജലക്ഷ്മി, ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ കൈമളേട്ടാ. നമ്മൾ തമ്മിലുള്ള ജീവിതത്തിന് ഒരു ബോണ്ടുണ്ട്. അത് മരണം വരെ തുടരണം. വെറുതെ പാഴായി വളർന്ന ഒരു മകന്റെ പേരിൽ ഞാനും കൈമളേട്ടനും തമ്മിൽ മുഷിയാൻ പാടില്ല. രാജലക്ഷ്മി, നീ കരുതുന്നത് പോലെ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല നമ്മുടെ മകൻ. ആ മാധുരി അവനെ ചുറ്റിച്ചതാ. ഏതൊരു പെണ്ണ് ചുറ്റിക്കാൻ വന്നാലും ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് കാണാതെ അവൻ പോവരുതായിരുന്നു. ഈ ഗിരിയുടെ ഉദ്ദേശം എന്താണ്? അയാൾ നന്ദിനിയോട് ഇത്രയും വലിയ അടുപ്പം കാണിക്കുന്നതിൽ ജയരാമിന് നല്ല വിഷമമുണ്ട്. ഒരു പെണ്ണും ആണ് സ്നേഹത്തോടെ ഇടപഴകുന്നത് കണ്ട അതിനൊക്കെ ഇമ്മോറാലിറ്റി കണ്ടെത്തുന്ന കാലം പണ്ടായിരുന്നു. ഇത് കാലം വേറെയാ. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. ഗിരിയും നന്ദിനിയും ഒരേ ഓർഫനേജിൽ ഒരുമിച്ച് വളർന്നവരാ. കരഞ്ഞു തളർന്ന് കര കയറിയവർ. അതുകൊണ്ട് അവനോട് കൈമളേട്ടൻ പറഞ്ഞേക്ക്, നന്ദിനിയുടെ കാര്യത്തിൽ ജയരാമന് വേവലാതി വേണ്ടാന്ന്. ഗിരിക്കും നന്ദിനിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം ഞാൻ നടത്തിക്കൊടുക്കും. രാജലക്ഷ്മി, അവനോട് അവന്റെ പാട്ടിന് പോവാൻ പറ. ACP, എന്താ ഒരു കാര്യം ഞാൻ പറയുമ്പോ ACP പൊട്ടിത്തെറിക്കരുത്. എന്താ കാര്യം പറയൂ. നാളെ നമുക്കൊരു സ്ഥലം വരെ പോണം. വൈശാഖം മൈഥിലിയുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് അവിടെ വരെ പോണം. നിനക്കറിയാങ്കി നാളത്തേക്ക് മരുന്ന് എന്തിനാ? ഇപ്പോ ഈ നിമിഷം നമുക്ക് അവിടേക്ക് പോവാം. ACP, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിങ്ങളൊന്ന് ശാന്തനാവ്. നാളെ നമുക്ക് സമാധാനപൂർവ്വം അവിടേക്ക് പോവാം. അവളെ കൊല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. നിങ്ങളുടെ ഈ ദേഷ്യം അവരെ പിന്നെയും രക്ഷപ്പെടാൻ സഹായിക്കും. അവരെ ഇനിയും രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത്. ഞാൻ അവരെ പിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അവരെ ഒളിച്ചോടാൻ ഞാൻ സഹായിച്ചിട്ടില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാ. മനസ്സിലായോ? അവരെ പിടികൂടുന്നത് വരെ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? മതിയടി. ACP, സൂക്ഷിച്ചു വേണം. അവളും അവനും കൂടി ഓടി രക്ഷപ്പെടാൻ ഇടവരരുത്. കയ്യെ കിട്ടിയ ഞാൻ വിടില്ല. അതാ ഫോഴ്സ് ഒന്നും കൂടാതെ ഞാൻ വന്നത്. ACP അവരെ കൊല്ലാനൊന്നും നോക്കരുത്. ഒരു കുഞ്ഞുള്ളതാ, ആ ഓർമ്മ വേണം. മിണ്ടാതെ കൂടെ വാടി.
ദേ അവിടെ. മക്കളെ അവരകത്തുണ്ട്, വാ. മോനെ ഇതിനകത്തുണ്ട് രണ്ടുപേരും. മോളെ മൈഥിലി, വാതിലൊന്ന് തുറന്നേ. മോളെ തുറക്കു മോളെ. മോനെ വൈശാഖേ, വാതിലൊന്ന് തുറന്നേ. തുറക്ക്, തുറക്കടാ മോനെ. അവര് രക്ഷപ്പെട്ടു. ഹോ, ചതിച്ചല്ലോ ദൈവമേ, ദുഷ്ട. അവൾ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, നെറികെട്ടവള്. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലേ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. വാമി ലക്ഷി. എന്നാലും ഇവളെവിടെ പോയി എന്റെ ദൈവമേ? നമ്മൾ ഇവിടെ എത്തുമെന്നുള്ള ന്യൂസ് എങ്ങനെ ലീക്കായിട്ടുണ്ട്. ആരായിരിക്കും അവരത് അറിയിച്ചത്? അടുത്തു ഈ ഓട്ടം. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക്, അവിടെ നിന്ന് വേറൊരിടത്തേക്ക്. അവന്റെ കയ്യിലോട്ട് വല്ല കിട്ടിയിരുന്നെങ്കിലേ കൊന്നേനെ അവൻ. അത് മറക്കണ്ട. ഇതെന്ത് ലോഡ്ജടാ? പാറ്റയുടെ മൂട്ടയുടെ മണം. ഇതെങ്കിലും കിട്ടിയേനെ ദൈവത്തിനോട് നീ നന്ദി പറ. അല്ല, ഈ മൂട്ട എന്നൊക്കെ പറയുന്ന ജീവി ഇപ്പോഴും ഉണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആ, ചെമ്പകമംഗലത്തെ ഒരു മുറിയിലുണ്ടായിരുന്നു. ഏത് യൂസ്ലെസ് ആടാ? ഇത് യൂസ്ലെസ് ഒന്നും അല്ല, എന്റെ ചേച്ചിയാ. പേടിച്ചുപോയി. ഹലോ ചേച്ചി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ചേച്ചി. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളെ ഇവിടെ ഒരു ഹോട്ടൽ മുറിയില്ല. നല്ല ഹോട്ടലാണോ? ആ നല്ല ഹോട്ടലാ. ഹോട്ടൽ പാരഡൈസ് ഇന്റർനാഷണൽ. പാരഡൈസ് ഇന്റർനാഷണൽ പശുത്തൊഴുത്ത് ഇതിനെക്കാട്ടിയും ഭേദം. അതെ, ചേച്ചി കൃത്യസമയത്ത് വിളിച്ചു പറഞ്ഞോണ്ടേ ഞങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഭാഗ്യത്തിന് ഞാൻ അവരുടെ സംസാരം കേട്ടത്. വൈശാഖം മൈഥിലിയുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിനക്കറിയാങ്കി നാളത്തേക്ക് മരുന്ന് എന്തിനാ? ഇപ്പോ ഈ നിമിഷം നമുക്ക് അവിടേക്ക് പോവാം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിങ്ങളൊന്ന് ശാന്തനാവ്. നാളെ നമുക്ക് സമാധാനപൂർവ്വം അവിടേക്ക് പോവാം. അവളെ കൊല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. നിങ്ങളുടെ ഈ ദേഷ്യം അവരെ പിന്നെയും രക്ഷപ്പെടാൻ സഹായിക്കും. അവരെ ഇനിയും രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത്. ചേച്ചിയാണല്ലോ. ചേച്ചി. എടാ വൈശാഖേ, നീ ആ മൈഥിലിയും കൂടി ഒളിച്ചു താമസിക്കുന്ന സ്ഥലം മീനാക്ഷി കണ്ടെത്തി. അവളും കാർത്തിയും കൂടി നാളെ നിങ്ങളെ പിടികൂടാൻ വരുന്നുണ്ട്. ജീവൻ വേണമെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് മുങ്ങിക്കോ. ആ ശരി ചേച്ചി.
മൈഥിലി. എടാ നിങ്ങളിപ്പോ സേഫ് അല്ലേ? ആ സേഫാണ് ചേച്ചി. ചേച്ചി അപ്പോൾ അത് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ രണ്ടും തീർന്നേന്. താങ്ക് യു ചേച്ചി. എന്താ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. പക്ഷെ ഒരു തരികിട ലൈൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് ജഗദീഷേട്ടന് തോന്നിയതായിരിക്കും. ആ അതെ, എനിക്ക് തോന്നിയതാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. ആരെയാ ഫോൺ ചെയ്തത്? ഏയ് ആരെയും ഫോൺ ചെയ്തില്ല. പിന്നെ മൊബൈൽ? അത് ഫോണിൽ ഒരു കോമഡി കണ്ട് ചിരിച്ചതാ. ആ കോമഡി കണ്ട് ലൈഫ് ട്രാജഡി ആക്കരുത്. നിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ എനിക്കറിയാം, പക്ഷേ അതൊരു ചീപ്പ് പരിപാടിയാ. അന്തസ്സുള്ളവർക്കൊന്നും ചേർന്ന പണിയല്ല. ജഗദീഷേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുന്നതാ. ഏയ് നിന്നെ കുറിച്ച് എനിക്ക് വളരെ നല്ല ധാരണയല്ലേ. നിന്റെ ആ പരാജയപ്പെട്ട മോഷണ ശ്രമത്തിലൂടെ പൂർണ്ണമായും ബോധ്യമായി. ഞാൻ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ലെങ്കിലും എനിക്ക് നല്ല കോമൺ സെൻസ് ഉണ്ട്. നീ എന്തോ ഒരു കള്ളത്തരം ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വെറുതെ വിടുന്നു. പക്ഷേ അത് ഈ കുടുംബത്തിൽ ആർക്കിട്ടെങ്കിലും വേല വെക്കാനാണെങ്കിൽ പറഞ്ഞേക്കാം, ഇനി നിന്റെ കാര്യത്തിൽ ഒരു ദയവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ജഗദീഷേട്ടാ, ഇവനെന്താ കാപ്പി ഇട്ടുകൊണ്ട് പോകുന്നത്? ദേവിക്കായിരിക്കും. ദേവിൻ്റെ പിറകെ നടന്നുള്ള ഇവൻ്റെ ഈ ശല്യം അവസാനിപ്പിക്കണമല്ലോ. ആ നന്ദിനി, എഴുന്നേൽക്ക്. ഇത് കാപ്പിയാ, ചുക്ക് കാപ്പിയാ. അതിന് ചുക്കാപ്പി കുടിക്കാൻ എനിക്ക് പനിയോ തൊണ്ടവേദന ഒന്നും ഇല്ലല്ലോ. ചുക്ക് കാപ്പി ചെറിയ ക്ഷീണമൊക്കെ മാറാൻ നല്ലതാ, ഒരു എനർജിയും കിട്ടും. ഗിരി എനിക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടുന്നു. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? നന്ദിനിക്ക് ഞാൻ അന്യനൊന്നും അല്ലല്ലോ. ദേ കുടിക്ക്. പിന്നെ നന്ദിനിയുടെ ആരാ നിങ്ങൾ?
എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, ആരാ നിങ്ങൾ? ജയേട്ടാ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അകന്നു പോയവരാ ഞങ്ങള്. എന്നുവെച്ച് ദേവി എനിക്ക് അന്യൊന്നുമല്ല. ജയറാം, നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളൊന്നും അല്ല ഞാൻ. എന്താ? എന്താ ഇവിടെ? നീ എന്താ ഈ മുറിക്കകത്ത്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മകൾ ഉറങ്ങുന്ന മുറിക്കകത്ത് നിനക്കെന്താ കാര്യമെന്ന്?